നമ്മളങ്ങനെ കല്യാണത്തിന് ഇരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിച്ചപ്പോഴേക്കും ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന അപ്പൂസിനെ അറിയാവുന്ന ആരോ ചോദിച്ചിട്ടാ ഇതാരാണെന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഇവന്റെ ലവറാന്ന്. അന്ന് ഞാനത് തമാശക്ക് പറഞ്ഞതാണെങ്കിലും എന്റെ വായിൽ ഗുളികൻ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾ കഞ്ഞിക്കുടി സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും അപ്പൂസ് ഇപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരുന്നേനെ കേട്ടോ. അങ്ങനെ ഒരു ദിവസം മെസ്സേജ് അയക്കുന്നതിനിടയിൽ അപ്പൂസ് എന്നെ പ്രൊപ്പോസ് ചെയ്തു കേട്ടോ. അതൊരു വല്ലാത്ത പ്രൊപ്പോസൽ ആയിരുന്നേ. എനിക്ക് തന്നെ എന്തോ പോലെ തോന്നി. ഇത്രയും വൃത്തികെട്ട ഒരു പ്രൊപ്പോസൽ ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല കേട്ടോ. നിങ്ങൾ കേട്ടോ, നീ ഫ്രീ ആണോടി, ഞാൻ ഫ്രീ ആണ്, നമുക്ക് തമ്മിൽ ലൈൻ അടിച്ചാലോ. അപ്പൊ തന്നെ അപ്പൂസിനെ കുറെ കണ്ണു പൊട്ടുന്ന ചീത്തയൊക്കെ വിളിച്ചിട്ട് ഞാൻ എന്റെ വഴിക്ക് പോയി കേട്ടോ. അപ്പൂസിന്റെ വഴിക്കും. അന്ന് നമ്മൾ കുഞ്ഞല്ലേ, ആ ഒരു ഇതില് നല്ല രീതിക്ക് അപ്പൂസിനെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ചീത്തയൊന്നും പറയത്തില്ല, കാരണം ഇതൊക്കെ നോർമലി സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് അറിയാലോ. ഇനി നീ എന്നെ മേലാ വിളിക്കരുത്, നീ എന്റെ ഫ്രണ്ട് അല്ല എന്നൊക്കെ പറഞ്ഞ അപ്പൂസിനെ നല്ല രീതിക്ക് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇങ്ങനൊരു സിറ്റുവേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൂസ് അങ്ങനത്തെ ഒരു രീതിയിൽ പ്രൊപ്പോസ് ചെയ്തത്.